ലിയോണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും കേരള സന്ദർശനത്തിൽ വീണ്ടും അനിശ്ചിതത്വം. നവംബറിൽ അങ്കോളയിൽ മാത്രമാണ് മത്സരമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കുന്നു. നവംബറിൽ ഓസ്ട്രേലിയയുടെ ഫുട്ബോൾ മത്സരങ്ങളും കേരളത്തിലുണ്ടാകില്ല. നവംബർ 17 കേരളത്തിൽ മത്സരമെന്നായിരുന്നു സർക്കാരിൻ്റെയും സ്പോൺസറുടെയും പ്രഖ്യാപനം. വിവരങ്ങളുമായി അനിൽ വാസുദേവ് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. അനിൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും മെസ്സിയുടെ വരവ് വീണ്ടും അനിശ്ചിതത്വത്തിലായോ? തീർച്ചയായും വാർത്തകൾ അങ്ങനെ തന്നെയാണ്. SKN നവംബർ 17 കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അർജന്റീന വന്ന് കളിക്കുമെന്നായിരുന്നു സ്പോൺസറുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും പ്രഖ്യാപനം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ അവർ വലിയ രീതിയിൽ നടത്തുന്നു എന്ന തരത്തിലും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ തരത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾക്ക് തന്നെ വാർത്തകൾ വന്നതാണ് അർജന്റീന ഫുട്ബോൾ ടീം ഇങ്ങോട്ട് വരില്ല എന്നുള്ളത്. അത് ഏറെക്കുറെ ശരിവെക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന തരുന്നതാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതായത് നവംബർ 10 മുതൽ 18 വരെയാണ് ഈ ഫിഫയുടെ ഈ നവംബർ വിൻഡോ. അതിൽ 2 മത്സരങ്ങളാണ് ഒരു ടീമിന് കളിക്കാനാവുക. പക്ഷേ അർജന്റീനയുടെ പുതിയ പോസ്റ്റിൽ പറയുന്നത് ഒറ്റ മത്സരം മാത്രമാണ് നവംബറിൽ കളിക്കുക എന്നുള്ളതാണ്. നവംബർ 10 ടീം നേരെ സ്പെയിനിലേക്ക് പോകും. അവിടുത്തെ പരിശീലനത്തിന് ശേഷം ലുവാണ്ടയിലേക്ക് പോകും. അവിടെ വെച്ചാണ് അങ്കോളയുമായിട്ടുള്ള മത്സരം. അതിനുശേഷം ടീം നേരെ അർജന്റീനയിലേക്ക് തിരിച്ചെത്തും. അവിടെയായിരിക്കും ലോകകപ്പ് നേട്ടത്തിന്റെ 4ാം വാർഷികമൊക്കെ തന്നെ ഉണ്ടാകുക, 3ാം വാർഷികം ഉണ്ടാകും. അപ്പോൾ അതിന്റെ ആഘോഷ പരിപാടികളാണ് ഉണ്ടാവുക എന്നാണ് പരിശീലനം തുടരുമെന്നും പറയുന്നു. അതായത് കേരളത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ് പുതിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ അനിശ്ചിതത്വങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഇനി ഇക്കാര്യത്തിലുള്ള ഒരു തീരുമാനം പറയേണ്ടത് സ്പോൺസറും ഒപ്പം തന്നെ സർക്കാരും തന്നെയാണ്. പലകുറി ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറിയതാണ്, പല ട്വിസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും അന്തിമ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് അർജന്റീന ഫുട്ബോൾ ടീം അങ്കോളയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയല്ലാതെ, ഇല്ലെങ്കിൽ ഇവിടെ എത്തുന്നതിൽ ഒരു അനിശ്ചിതത്വം അത് തീർന്നു വരെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ മറ്റൊരു കാര്യത്തിൽ ഒരു തീർപ്പുണ്ടായിരിക്കും. അതായത് സ്പോൺസർ പറഞ്ഞത് അർജന്റീന ഫുട്ബോൾ ടീം കളിക്കുക ഓസ്ട്രേലിയയുമായിട്ട് എന്നായിരിക്കും. ആ തരത്തിലാണ് അവർ പരസ്യം നൽകിയതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊമോഷണൽ പരിപാടികളൊക്കെ തന്നെ നടത്തിയിരുന്നത്. പക്ഷേ തുടക്കം മുതൽ ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് നവംബറിൽ അവരുടെ 2 മത്സരങ്ങൾ നടക്കുന്നത് അമേരിക്കയിലായിരിക്കും. വെനിസ്വേലയ്ക്കും കൊളംബിയയ്ക്കും എതിരായിരിക്കും ആ മത്സരങ്ങൾ. അപ്പോൾ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ടീം ഇങ്ങോട്ട് കളിക്കാൻ എത്തുന്നില്ല എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനി അർജന്റീനയുടെ കാര്യത്തിലും അവർ ഒറ്റ മത്സരം എന്ന് തന്നെ പറയുന്നു. ഇനി എന്തെങ്കിലും തരത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇപ്പോഴത്തെ അനുമാനം കേരളത്തിലേക്ക് ഇല്ല എന്ന തരത്തിലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പോസ്റ്റ്. മുമ്പ് നമ്മൾ പലകുറി കണ്ടതാണ്. സർക്കാരും സ്പോൺസറും ഇക്കാര്യത്തിൽ എത്തരത്തിലുള്ള മറുപടിയാണ് തന്നിട്ടുള്ളത്. എന്തായാലും അവർ തന്നെ വിശദീകരിക്കട്ടെ. കായിക പ്രേമികൾ കാത്തിരിക്കുന്നത് മെസ്സിയുടെ വരവിനായി തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അങ്കോളയിലെ മത്സരം കഴിഞ്ഞ് ഫ്ലൈറ്റ് എവിടേക്ക് എടുക്കും, അത് അർജന്റീനയിലേക്കാണോ അതോ ഇന്ത്യയിലേക്കാണോ എന്നതിൽ അതുവരെ നമുക്കും കാത്തിരിക്കാം. SKN. ഓക്കെ, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.